Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് മട്ടൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോക്ക് കടന്നാലോ. നമ്മൾ കുക്കറിലേക്ക് 4 ആട്ടൻകാൽ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 8 കറിവേപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 4-5 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മട്ടൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇത് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് വിസിലോട് കൂടി വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇത് നമുക്കൊരു ഹാഫ് ആൻ അവർ മിനിമം വേവിച്ചെടുക്കണം. ഒരു 7-8 വിസിൽ വരും. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മട്ടൻ്റെ നെയ്യൊക്കെ മുകളിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഈ മട്ടൻ്റെ പീസസൊക്കെ കാലിലെ പീസസ് ഇതിൻ്റെ ഫസ്റ്റ് ഇതിന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്കൊരു അരപ്പ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മട്ടൻ്റെ പീസസാണ് ആവശ്യമുള്ളത്. ബാക്കി കറിവേപ്പും കറിവേപ്പട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. മട്ടൻ്റെ പീസസ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് വേറെ പാത്രത്തേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മളൊരു പാനിൽ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ആ സമയത്ത് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മളുടെ മട്ടൺ സ്റ്റോക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പം ഇനി നമ്മുടെ മട്ടൺ സ്റ്റോക്കും തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മട്ടൻ്റെ പീസസ് എടുത്ത് മാറ്റി വെച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/8 കപ്പ് വിനീഗർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി വയ്ക്കാം. വേറൊരു ബൗളിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യം. വെള്ളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കോൺ സ്റ്റാർച്ച് നന്നായി ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുക്കുക ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്നെസ് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ചെറിയൊരു ഫ്ലോയി തിക്നെസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കലക്കി വെച്ചേക്കണം 3 സ്പൂണും കൂടി ഫുള്ള് ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടി തിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കോൺ സ്റ്റാർച്ച് 1 സ്പൂണ് കോൺ സ്റ്റാർച്ച് കൂടി ഇട്ടാൽ മതി. ഇത് ചെറിയൊരു ഫ്ലോയി തിക്നെസ്സിലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചാൽ നമ്മുടെ മുട്ടയുടെ വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നാര് പോലെ നമ്മുടെ മുട്ടയുടെ വെള്ളം നമുക്കിങ്ങനെ കിട്ടും. ഒരു ചെറിയ ചങ്ക്സ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ജോയിൻറ്റ് പെയിൻസിനും തണുപ്പ് സമയത്ത് കുടിക്കാനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.